തികഞ്ഞ അലംഭാവാണ്. കാര്യം എല്ലാവർക്കും അറിയാം, സമയത്തിന് മണ്ണ് നീക്കുന്നില്ല. ആ കാര്യത്തിലുള്ള കാര്യക്ഷമതാ കുറവ് ആണ് ഇതിലേക്കൊക്കെ നയിക്കുന്നത്. വർഷകാലം വന്നാൽ പിന്നെ മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ സമയത്തിന് ഒരു കാര്യക്ഷമത കാണിച്ച് ഈ കാര്യം കൈകാര്യം ചെയ്താൽ സിമ്പിളായിട്ട് കുറക്കാവുന്ന അല്ലെങ്കിൽ തീർത്തും ഒഴിവാക്കാവുന്ന കാര്യമാണ് ഈ അലംഭാവം കൊണ്ട് മരണം അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ ശക്തിയായി പ്രതിഷേധിച്ചാണ് ഞങ്ങളിന്ന് വാക്കൗട്ട് നടത്തിയത്. 3 ലക്ഷം വോട്ട് 2.5 ലക്ഷം വോട്ട് ഒക്കെ ജയിച്ച ഞങ്ങളുടെ മുഖം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മൂക്ക് താഴോട്ടായ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? മാത്രമല്ല, ഞങ്ങളുടെ ശക്തീകരണങ്ങളിലൊക്കെ ഉണ്ടായ വമ്പൻ ജയം ഞങ്ങൾക്ക് മുഖം നഷ്ടപ്പെട്ടിട്ടില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ പരീക്ഷണങ്ങൾ അവതരിപ്പിച്ച് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ മുഖമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇതിൻ്റെ മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ ഒരു സ്റ്റേജ് ഒരു ഷോ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ പറഞ്ഞതുപോലെ അന്ന് ആ സ്റ്റേജിൽ ഷോക്ക് അവതരിപ്പിച്ചത് ഒക്കെ തോർത്താൽ മതി, പുറകോട്ട് തോർത്താൽ മതി. അപ്പോൾ ഇത്തരം ശക്തികളെയൊക്കെ എല്ലാ കാലത്തും ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോട് മാത്രമല്ല, ന്യൂനപക്ഷ വർഗീയതയോടും അതുപോലെ തന്നെ തീവ്രവാദത്തോടും ബാക്കി കാര്യങ്ങളോടും ഒന്നും ഒരു കാലത്തും സന്ധി ചെയ്തിട്ടില്ല. നേരെ മറിച്ച് മാറി മാറി വന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെ സ്ഥായിയായ വളരെ ആദർശപരമായ ഒരു നിലപാട് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകെട്ട് എന്ന ആ തൊപ്പി ഞങ്ങൾക്ക് ചേരില്ല, അപ്പുറത്താണ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. മാത്രമല്ല, ഞങ്ങളുടെ മുഖം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നല്ല ഭൂരിപക്ഷത്തിന്, അതും റെക്കോർഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളെ മുഖം വികൃതമായി എന്ന് പറയുന്നത്. ആരും വിശ്വസിക്കാൻ പാടില്ല.